ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 5ാമത്തെ പാർട്ടാണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഹരൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോൾ ഹാളിൽ നിധികയും മാധു ഇരിക്കുന്നുണ്ട്. TV കാണുന്നുണ്ട്. ടീപ്പോയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ എടുത്ത് ഹരൻ നിധികയൊന്ന് നോക്കുപോലും ചെയ്യാതെ മുകളിലേക്ക് നടന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത് ഹരൻ തിരികെ വന്ന് ഫോൺ നിധികയുടെ മടിയിലേക്കിട്ട് റൂമിലേക്ക് പോയി. അത് കണ്ട് മാധുവും നിധികയും തമ്മിലൊന്ന് നോക്കി. അവൾ മടിയിൽ നിന്നും ഫോൺ എടുത്തു. നമ്പർ മാത്രമേ ഉള്ളൂ. പിന്നീട് ഒന്നുകൂടെ നമ്പർ ശ്രദ്ധിച്ചതും തനിക്ക് ഏറെ പരിചിതമായ നമ്പർ കണ്ട് അവളുടെ മുഖത്ത് സംശയം നിറഞ്ഞു. ഞാനിപ്പോൾ വരാം മാധു. അവൾ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. അമ്മയ്ക്ക് എങ്ങനെ അയാളുടെ നമ്പർ കിട്ടിയേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൂടെ? നിധിക വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോളെ നിച്ചു, നീ എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? ഞാൻ എത്ര നേരമായി വിളിക്കണു. അമ്മ ആവലാതി കേട്ടപ്പോഴാണ് ഇന്നലെ രാവിലെ ഫോൺ ഓഫ് ചെയ്ത് വെച്ച കാര്യം അവൾ ഓർത്തത്. ഈ നമ്പർ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയേ? നിന്നെ ഇന്നലെ രാവിലെ മുതൽ വിളിക്കുന്നതാ. വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ജിത്തുവിൻ്റെ മോൻ്റെ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. മാഷ് പുറത്താണ്. ജിത്തുവിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജിത്തുവിനെ വിളിച്ചപ്പോൾ മോനും പുറത്താണ്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ഇപ്പം വിളിച്ചേ. ജിത്തു മോൻ പറഞ്ഞു നിൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി, അതാ വിളിച്ചാൽ കിട്ടാത്തതെന്ന്. അല്ല, ഞാൻ വേണമെന്ന് വെച്ച് ഓഫ് ചെയ്തതാ, ആരും വിളിക്കാതിരിക്കാൻ. നിധികയുടെ എടുത്തടിച്ച പോലെയുള്ള സംസാരം കേട്ട് അമ്മ നിശബ്ദയായി. പിന്നീട് അവൾക്കും തോന്നി അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്. അച്ഛനും നിധി എവിടെ? അവരപ്പുറത്തുണ്ട്. കരച്ചിൽ അടക്കി പിടിച്ചാണ് അമ്മയുടെ സംസാരം എന്ന് നിധികയ്ക്ക് മനസ്സിലായി. അമ്മ കഴിച്ചാ? ഇല്ല. നീ കഴിച്ചാ? ഇല്ല, കഴിക്കാൻ പോവാ. എന്നാൽ ശരി, അവരോട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. ഒരു പക്ഷേ ഇനി സംസാരിച്ചാൽ താനും കരഞ്ഞു പോകുമെന്ന് എനിക്കറിയായിരുന്നു. നിച്ചു, ഞങ്ങളോടുള്ള ദേഷ്യം വാശിയും അമ്മയുടെ കുട്ടി ഒരിക്കലും അവരോടുള്ളവരോട് കാണിക്കരുതിട്ടാ. എന്നാൽ ശരി, അമ്മ വെച്ചോ. അമ്മ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം കേട്ടാ. അമ്മ ഫോൺ കട്ട് ചെയ്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും കാലം എന്ത് സങ്കടം വന്നാലും കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം അതിന് കഴിയുന്നില്ല. അവൾ ഫോണുമായി നേരെ ഹരൻ്റെ റൂമിലേക്ക് നടന്നു. ഫോൺ ടേബിളിന് മുകളിൽ വെച്ചപ്പോൾ അതിനടുത്തായി തേച്ച് വെച്ച ഷർട്ടും പാൻറ്റും അവൻ്റെ ID കാർഡുമുണ്ട്. അവൾ അതൊന്ന് എടുത്തു നോക്കി. ഹരൻ ഇന്ദ്രജിത്ത്, റിപ്പോർട്ടർ ഓഫ് ന്യൂസ് ഇന്ത്യ. അവൾ അത് ടേബിളിൽ തിരിച്ചു വെച്ചതും ഹരൻ കുളി കഴിഞ്ഞിറങ്ങിയത് ഒരുമിച്ചാണ്. പ്രതീക്ഷിക്കാതെ അവളെ കണ്ടതുകൊണ്ട് ഹരൻ ഒന്ന് പരിങ്ങി വേഗം ബാത്റൂമിലേക്ക് തന്നെ കയറി. എന്നാൽ നിധിക വലിയ ഭാവവ്യത്യാസമില്ലാതെ പുറത്തേക്ക് നടന്നു. അമ്മ വീട്ടിൽ നിന്നും വിളിച്ചതിൽ പിന്നെ നിധിക്ക് ചെറിയൊരു കുറ്റബോധമൊക്കെ ഉണ്ട്. ഹരനോടുള്ള ദേഷ്യം ഈ വീട്ടിലുള്ളവരോട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അവൾക്കായി ദോശ ഉണ്ടാക്കുകയാണ്. മോളെ എത്ര ദോശ കഴിക്കും? കല്ലിലെ ദോശ മറച്ചിട്ടുണ്ട്, അമ്മ ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് വഴക്ക് പറയുമോ? എന്തേ? ഞാൻ ഇഡ്ഡലി കഴിക്കും. ശരിക്കും എനിക്ക് ദോശയൊക്കെ ഇഷ്ടമായിട്ടില്ല. അതിനിപ്പോൾ എന്താ, മോളും ഇഷ്ടമുള്ളത് കഴിച്ചോ. സോറി. അച്ഛനെവിടെ? മാഷ് കൂട്ടുകാരൻ്റെ കൂടെ ഗുരുവായൂർ വരെ പോയിരിക്കുക. എല്ലാ മാസം പോവാറുണ്ട്. പിന്നെ മോളെ, ഇത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട്. അമ്മ തന്ന പാത്രവുമായി അവൾ ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. അവിടെ കഴിക്കാനായി മാധുവും ഹരനും വന്നിരുന്നു. ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാറുള്ളത്. മോളും ഇരുന്നോ? പിന്നിലായി വന്ന അമ്മ പറഞ്ഞത് ഹരൻ്റെ ഓപ്പോസിറ്റായി നിധികയും ഇരുന്നു. ഏട്ടത്തിയുടെ അനിയൻ എന്നെപ്പോലെ എൻജിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണല്ലേ? എൻജിനീയറാണ്, പക്ഷെ നിന്നെപ്പോലെയല്ല. മോൾക്കറിയോ ഇവന് എത്ര സപ്ലിയാണ് വാരിക്കൂട്ടിയിരിക്കണേന്ന്? ഇടയിൽ കയറി അമ്മ പറഞ്ഞു. പഠിക്കുമ്പോൾ 1-2 സപ്ലിയൊക്കെ കിട്ടിയെന്ന് വരും. ചേച്ചി ഡിഗ്രി ആയിരുന്നില്ലേ? ഇടയ്ക്ക് മാധു ഓരോന്ന് ചോദിച്ചെങ്കിലും നിധി 1-2 വാക്കിൽ മാത്രം ഉത്തരം നൽകി. അത് മനസ്സിലാക്കിയ മാധു അധികം സംസാരിക്കാൻ നിന്നില്ല. അച്ഛനെപ്പോഴാണ് വരമ്മ? തൻ്റെ മൗനം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നിധിക പ്ലേറ്റിലേക്ക് കയറി ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. വൈകുന്നേരം എത്തും.
നിധിക തലയാട്ടിക്കൊണ്ട് കയ്യിലെ സ്പൂൺ പാത്രത്തിലേക്ക് ഇട്ടതും ആ ശബ്ദം കേട്ട് അമ്മയും മാധു അവളെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കി. അവരുടെ മുഖത്തെ ഭയവും പകത്തറച്ചയും കണ്ട് ഹരൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവിടെ നോക്കി പേടിപ്പിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇത്തിരി സാമ്പാർ എടുത്തേനാണ് ഇവർ 3 പേര് എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണേ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സാമ്പാർ, നിങ്ങൾ തന്നെ കഴിച്ചോ. നിധിക ആത്മഹതിച്ചു. ഹരൻ വേഗം കഴിച്ചെണീറ്റു. പിന്നീട് സാമ്പാർ എടുക്കാനുള്ള പേടി കൊണ്ട് അവളും അധികം കഴിച്ചില്ല. രാവിലെ ചായ മുഴുവൻ കുടിച്ച് ടേബിളിലേക്ക് വെച്ച് വീണ്ടും 3 പേരും അതേ നോട്ടവും. സമയം കിട്ടുമ്പോൾ അമ്മ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്ക്, ഹരൻ അമ്മയെ നോക്കി പറഞ്ഞ് കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് പോയി. ഏട്ടനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നൊന്നും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ പാത്രങ്ങളുടെ തട്ടലും മുട്ടലും. മാധു അന്തം വിട്ടിരിക്കുന്ന നിധിയെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? അവൾ കാര്യമായിട്ട് ചോദിച്ചു. നിച്ചു. അപ്പോഴേക്ക് അമ്മയുടെ നീട്ടിയുള്ള വിളി വന്നിരുന്നു. പിന്നല്ലാതെ ഇങ്ങനെയുണ്ട് ആളുകൾ, ശബ്ദം ഉണ്ടാക്കരുത് പോലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വീട്ടിൽ ഞാൻ ദിവസം എറിഞ്ഞു ഉടയ്ക്കുന്ന പ്ലേറ്റിൻ്റെ ഗ്ലാസിൻ്റെ എണ്ണം കണക്കില്ല. അത് പറഞ്ഞ് കഴിച്ച പ്ലേറ്റും എടുത്ത് നിധിക അടുക്കളയിലേക്ക് പോയി. നിധികയ്ക്ക് ആ വീടിനകത്ത് വല്ലാത്തൊരു വിയർപ്പ് മുട്ടൽ തോന്നിയിരുന്നു. വൈകുന്നേരം അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞിരുന്നതിനാൽ കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു. ഹാളിൽ മാധവും റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതെന്ത് കോലടച്ചക്ക, നിൻ്റെ ഈ ന്യൂജൻ ലുക്കിന് ഈ മുണ്ടും ഷർട്ടും മുട്ടും ചേരില്ല. എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ സാധാരണ കല്യാണം കഴിഞ്ഞ ചേച്ചിമാർ പുറത്ത് പോകുമ്പോൾ സാരി വാരി ചുറ്റി ഉള്ള സ്വർണ്ണം എല്ലാം ഇട്ട് വല്ല ജ്വല്ലറി പരസ്യത്തിന് പോകുന്ന പോലെയല്ലേ പോവാ. അതാ ഞാൻ ഏട്ടത്തിക്ക് ഒരു മാച്ചാവാൻ ഇതിട്ടെ. ചേച്ചി ചുരിദാർ ഇട്ട സ്ഥിതിക്ക് ഞാൻ പോയിട്ട് മാറി വരാം. അത് പറഞ്ഞ് മാധു റൂമിലേക്ക് ഓടിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിധിക്ക് മാധുവിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. നിധിയുടെ അതേ സ്വഭാവം തന്നെയാണ് മാധുവിനും. അതുകൊണ്ട് തന്നെയാണ് അവൻ പിന്നാലെ നടന്ന് ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോൾ എല്ലാം മറന്ന നിധി മാധുവിനോട് വേഗം അടുത്തതും. അമ്മ പറഞ്ഞതിനനുസരിച്ച് ഹരൻ അമ്പലത്തിൽ പോകാനായി വർക്ക് കഴിഞ്ഞ് നേരത്തെ വന്നിരുന്നു. ഹാളിലിരിക്കുന്ന നിധികയെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ റൂമിലേക്ക് കയറിപ്പോയി. ഇവള് ഏത് സമയം എന്താ എൻ്റെ കൺമുന്നിൽ? ആ തിരുമോന്ത കാണുമ്പോൾ തന്നെ കാല് മുടക്കി ഒന്ന് കൊടുക്കാൻ തോന്നും. പിന്നെ അച്ഛനെയും അമ്മയും ആലോചിച്ചിട്ടാ ഒതുങ്ങി നടക്കണേ. ആ മറുതയ്ക്ക് ഈ ഹരനാറാണെന്ന് ശരിക്കും അറിയില്ല. ഈ ഒരു മാസം അതിനെ സഹിച്ചാൽ മതിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. ഹരൻ പിറുപുറത്തോണ്ട് റൂമിലേക്ക് നടന്നു. ഹരൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചാനലിലെ ആഴ്ചയിൽ 3 ദിവസമുള്ള ഒരു പ്രോഗ്രാമിലാണ് കേരളത്തിൽ തെളിയാതെ കിടക്കുന്ന മർഡർ കേസുകൾ തിരഞ്ഞെടുക്കുന്നത്. ആ കേസ് ഫയൽ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന FIR എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനാണ് ഹരൻ. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസമാണ് ഷൂട്ട്. ആ ആഴ്ചകളിൽ എറണാകുളത്തെ മെയിൻ ഓഫീസിൽ പോയി വരും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. എന്നാൽ ഈ മാസത്തോടു കൂടെ ഈ പ്രോഗ്രാം അവസാനിക്കും. അടുത്ത മാസം മുതൽ ലൈവ് പ്രോഗ്രാമാണ്. നിർബന്ധമായും മെയിൻ ഓഫീസിൽ ദിവസം എത്തണം. അതിനാൽ അവിടെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് മാറാനുള്ള പ്ലാനിലാണ് ഹരൻ. അവൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി താഴേക്ക് വന്നു. അവിടെ അവനെ കാത്ത് നിധികയും മാധുവും ഉണ്ട്. ഒരു മുണ്ടും ഷർട്ടുമാണ് ഹരൻ്റെ വേഷം. അത് കണ്ട് നിധി പുച്ഛത്തോടെ മുഖം തിരിച്ചു. മോളെ, അമ്മ പറഞ്ഞ വഴിപാടുകൾ മറക്കണ്ട. അമ്പലം ഇവിടെ അടുത്താണ്. നിങ്ങളെങ്ങനെ പോണേ? അമ്മ ചോദിച്ചു. കാറിൽ, ഹരൻ പറഞ്ഞു. അല്ല, നടന്നിട്ടാ അല്ലേ മാധു? നിധിക മാധുവിനെ നോക്കി. ആണോ? മാധു ചോദിച്ചു. അതെ, ലോകത്തിൻ്റെ പോക്ക് ഇതെവിടിക്കുക. വായുമലിനീകരണത്തെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ പോയ അന്തരീക്ഷ താപനില ഉയർന്നു മഞ്ഞുമല ഉരുകി വെള്ളപ്പൊക്കം വരും. മാധുവിൻ്റെ കൈയും പിടിച്ച് ഓരോന്നും പറഞ്ഞ് നിധിക പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് തേങ്ങി പറയണേ? ഹരൻ അമ്മയെ നോക്കി. ആ കുട്ടി വെറുതെ ഒരു തമാശയ്ക്ക് മാധവിനോട് മാത്രം ഇങ്ങനെ സംസാരിക്കൂ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ 1-2 വാക്കി ഉത്തരം പറയും. നിങ്ങൾ വേഗം പോയി വരാൻ നോക്കുക. അധികം ഇരുട്ടാവണ്ട. പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടാനൊന്നും നിൽക്കണ്ട. ഞാനാണമ്മ, അവളല്ലേ വെറുതെ. നീ അത് കാര്യമാക്കണ്ട. അത് വന്നു കയറിയ കുട്ടിയല്ലേ. എല്ലാവരെയും അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും. നീ ഒന്ന് ക്ഷമിച്ചേക്ക്. അതെ, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കണം, ക്ഷമിക്കണം, വിട്ടുകൊടുക്കണം ഞാൻ മാത്രമാണല്ലോ.
ഇങ്ങനെ ഒരു ജന്മം. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വരൂ മാതുക്കുട്ട, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഹരൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഹരൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക്. കിച്ചുവിനും മാധുവിനും ഹരൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ്? ഹരൻ്റെ വീട്, ഹരൻ്റെ റോഡ്, ഹരൻ്റെ അമ്പലം. മാധു നിധികയും മുന്നിലാണ് നടക്കുന്നത്. ഇതെല്ലാം കേട്ട് ഹരൻ തൊട്ടു പിന്നിലും. ഈ കുരിപ്പിൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും. ഹരൻ ദേഷ്യത്തിൽ മുണ്ട് മുടക്കി കുത്തി പാടവരമ്പിലേക്ക് ഇറങ്ങി. വയൽ വഴി നടന്നാൽ അമ്പലത്തിൻ്റെ പിൻവശത്തേക്ക് ചെന്ന് കയറാൻ പറ്റും. ചേച്ചി അനിയനും വഴിയെല്ലാം കണ്ടുപിടിച്ചിട്ട് റോഡ് വഴി വരട്ടെ. രണ്ട് കണക്കാ നാശം. ഹരൻ ദേഷ്യത്തിൽ പാടവരമ്പിലൂടെ നടന്നു. അയ്യോ മാധു, യുവർ ആട്ടൺ ഈസ് മിസ്സിംഗ് ദ. നടുലോരത്തിൽ നിന്ന് നിധിക അലറി. ഏട്ടൻ പാടം വഴി പോയിട്ടുണ്ടാവും. ആൾക്ക് ഇങ്ങനത്തെ കലപ്പില്ല സംസാരിച്ചുകൊണ്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. ഓഹോ, നിൻ്റെ ഏട്ടന് പിന്നെ എന്താ ഇഷ്ടം? ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ. ശരിക്കും ഏട്ടൻ പാവാ ചേച്ചി. ഈ കാണുന്ന നോക്കി പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഒരു ശീലം പോലും ഇല്ല. അച്ഛനും അമ്മയും പറയുന്ന മറുത്തൊരു വാക്ക് പറയില്ല. വെരി ഗുഡ്. ഞാനിതിന് നേരെ ഓപ്പോസിറ്റാ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ കാര്യം മാത്രം ചെയ്യോ? ഈ കല്യാണത്തിലെ കാര്യം മാത്രം എന്നെ അവർ തോൽപ്പിച്ചു. അവരമ്പലത്തിലെത്തുന്നതിന് മുമ്പേ ഹരൻ എത്തിയിരുന്നു. അവനെ കണ്ട് രണ്ടുപേരും ആലിഞ്ചുവടിലേക്ക് നടന്നു. ഏട്ടൻ പാടം വഴി വന്നൂല്ലേ? ഫോണിൽ നോക്കി ഹരനൊന്ന് മൂളി. നിങ്ങൾ പോയി തൊഴുതിട്ട് വാ, ഞാൻ അവിടെ ഇരിക്കാം. നിധിക ആൽത്തറയിൽ കയറിയിരുന്നു. അതെന്താ ചേച്ചി വരുന്നില്ലേ? ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ നടത്തി തരുന്നില്ല. പിന്നെ എന്തിനാ വെറുതെ പ്രാർത്ഥിക്കണേ? നിങ്ങൾ പോയിട്ട് വാ. അത് പറ്റില്ല, അമ്മ കുറേ വഴിപാടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നും മാതുക്കൂട്ടനല്ലേ, അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോവാ. എനിക്ക് വയ്യ ഒറ്റയ്ക്ക് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഇയാളും കൂടെ വരും. ഹരനെ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഏട്ടൻ അമ്പലത്തിൽ കയറില്ല, നിരീശ്വരവാദിയാ. നീ പറഞ്ഞില്ലേ രാവിലെ മാധു നിനക്ക് നൈക്കിൻ്റെ ഒരു ഷൂ വേണമെന്ന്? അത് വാങ്ങിത്തരാം. ഇപ്പം ഇത് പോയി ചെയ്യേ. ഉറപ്പാണോ? പിങ്ക് പ്രോമിസ്. അത് കേട്ട് അമ്പലത്തിലേക്ക് നടന്ന മാധു വീണ്ടും തിരിച്ചു വന്നു. അതിന് ചേച്ചിയുടെ കയ്യിൽ പൈസ ഉണ്ടാ? ഇല്ല, പക്ഷേ ഇങ്ങേര് പൈസ തരും, നീ ചെല്ല്. അത് കേട്ട് മാധു അമ്പലത്തിലേക്ക് പോയി. അത് മനസ്സിലാക്കിയ ഹരൻ ഫോണിൽ നിന്ന് തല ഉയർത്തി. നീ ചോദിക്കുമ്പോൾ പൈസ എടുത്തു തരാൻ ഞാനാരാ? നിൻ്റെ മറ്റവനാ? പോയി നിൻ്റെ തന്തയോട് ചോദിക്കടി. അടുത്ത നിമിഷം ഹരൻ അലറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.